ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഓവർസിയർ ഗ്രേഡ് 1-ൻ്റെ ഭയങ്കരമായ പ്രിപ്പറേഷനിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സിലബസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് സബ്ജക്റ്റിനെയൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതേപോലെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു അനാലിസിസ് ആണ്, സിലബസിൻ്റെ അനാലിസിസ് ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമല്ല, ഒരു വൈഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. അതിൽ വരുന്ന കാര്യങ്ങൾ ഹൈവേ, റെയിൽവേ, അതേപോലെ ബ്രിഡ്ജ്, കൾവേർട്ട്, ടണൽ, എയർപോർട്ട് എഞ്ചിനീയറിംഗ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഹാർബർ ഇല്ല, പ്രത്യേകം നോട്ട് ചെയ്യണം. ഹാർബർ എഞ്ചിനീയറിംഗ് ഇത്തവണ സിലബസിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഒരു 5 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടോപ്പിക്സ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾക്കും കൂടെ മൊത്തത്തിൽ വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ്. ഇതെല്ലാം കൂടെ പഠിച്ചാൽ നമുക്ക് മാക്സിമം കിട്ടുന്നത് 10 മാർക്സ് ആണ്. അപ്പോൾ ഇത്രയും വെറൈറ്റി കാര്യങ്ങൾ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഹൈവേയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, റെയിൽവേയിലുണ്ട്, അതേപോലെ എയർപോർട്ടിൽ നമുക്ക് അത്ര വെയിറ്റേജ് കൊടുക്കേണ്ട ആവശ്യമില്ല, എയർപോർട്ട് ആൻഡ് ടണൽ, അതേപോലെ ബ്രിഡ്ജ് ആൻഡ് കൾവേർട്ട് അധികം വെയിറ്റേജ് വരുന്ന ഏരിയാസ് അല്ല. പക്ഷേ ഹൈവേ, റെയിൽവേ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് 10 മാർക്കാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഈ സിലബസിൻ്റെ ഒരു പ്രത്യേകത ബാക്കി പല സബ്ജക്റ്റുകൾ പോലെയല്ല. ഈ സിലബസിൽ കുറച്ച് നമുക്ക് വായിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പലർക്കും. കാരണം അതിലെ സിലബസ് ഒരു ഓർഡറിലല്ല തന്നിരിക്കുന്നത്. ബാക്കി പല സബ്ജക്റ്റിൻ്റെ സിലബസ് വളരെ കൃത്യമായിട്ട് പറയുമ്പോഴും ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിപ്പീറ്റഡ് സെൻറ്റൻസ്, ഒരേ കാര്യം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ സിലബസിൽ കാണാൻ പറ്റും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് പലർക്കും തോന്നാറുണ്ട്. അതേപോലെ എന്തൊക്കെയോ കുറേ എഴുതിയിരിക്കുന്നു, നമുക്കൊരു ഓർഡർ ഇല്ല. കറക്റ്റായിട്ട് ഇന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ഇന്ന കാര്യങ്ങളാണ്, അടുത്ത ടോപ്പിക്കിൽ നിന്ന് അടുത്ത കാര്യങ്ങൾ, അങ്ങനെയല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഈ സിലബസ് നോക്കുമ്പോൾ ഇത് എന്താണ് ഈ തന്നിരിക്കുന്നത്, എന്തൊക്കെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് പലപ്പോഴും വന്ന് പറയാറുണ്ട്. എന്തൊക്കെയാണ് ഈ തന്നിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് പഠിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം എന്ന് പോലും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ. അത് ആ സിലബസിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഓർഡറിൽ നോക്കാം, എന്താണ് പഠിക്കേണ്ടത് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് ഓർഡറിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഇവിടുത്തെ വെയിറ്റേജ് ആണ്. നമ്മുടെ ഗ്രേഡ് 1 എക്സാം എന്ന് പറയുമ്പോൾ PWD ഉണ്ട്, ഇറിഗേഷൻ, LSGD വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ആണ്. ഒരുപാട് വേക്കൻസീസ് വരും. എക്ക് തൊട്ട് താഴെയുള്ള പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് നമ്മുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ആണ്. അപ്പോൾ എയുടെ അത്ര റെസ്പോൺസിബിലിറ്റീസും ഇല്ല, എന്നാൽ എല്ലാവിധ കൺസിഡറേഷൻസും അതേപോലെ എല്ലാ അലവൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ പാക്കേജൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എന്താണ് പഠിക്കേണ്ടത് എന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഹൈവേ, അതേപോലെ ടണൽ ആൻഡ് എയർപോർട്ട് എഞ്ചിനീയറിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മൊത്തം ഒരു സിലബസ് നോക്കുമ്പോൾ ഒരു വലിയൊരു സിലബസാണ്. ബാക്കി ഒരു സബ്ജക്റ്റിനും ഇല്ലാത്ത പോലെ വലിയൊരു സിലബസാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ തന്നിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ വലുതാവാനുള്ള കാരണം ഇത് തന്നെയാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ ഹൈവേ തന്നെയാണ് തുടങ്ങുന്നത്. ഹൈവേയിൽ ഹിസ്റ്ററി, അലൈൻമെൻ്റ് ഒക്കെ പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. ഇടയ്ക്ക് ട്രാഫിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ജോമെട്രിയുടെ കുറച്ച് കാര്യങ്ങളിടയിൽ പറഞ്ഞു പോകുന്നു. കർവ് ഉണ്ട്, ഗ്രേഡിയൻറ്റ്, അങ്ങനെ മെയിൻ കാര്യങ്ങളൊക്കെ അവരൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇടയിൽ ബ്രിഡ്ജ് ആൻഡ് കൾവേർട്ട് പറയുന്നുണ്ട്. വീണ്ടും ഇടയ്ക്ക് ട്രാഫിക്കിനെ പറ്റി പറയുന്നുണ്ട്. റെയിൽവേ, എയർപോർട്ട്, ടണൽ, ഈ എയർപോർട്ടും ടണലും റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ലാസ്റ്റ് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് 10 മാർക്ക്. അപ്പോൾ നമുക്കൊന്ന് പറ്റുന്ന ഒരു ഓർഡറിൽ നമുക്ക് എങ്ങനെ പഠിക്കണം ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. കാരണം ഈ സിലബസ് മാത്രം വെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടില്ല. ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് പഠിക്കേണ്ടത് നമുക്കത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഹിസ്റ്ററി ഓഫ് റോഡിൽ തന്നെ തുടങ്ങണം. ഹിസ്റ്ററി ഓഫ് റോഡിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് അനക്കമില്ലാതെ കിടക്കുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ സിലബസിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഹിസ്റ്ററി ഓഫ് റോഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നാണ്. വേൾഡിലെ ഡെവലപ്മെൻറ്റിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നമ്മൾ വേൾഡ് ഡെവലപ്മെൻറ്റും കൂടെ പഠിക്കാറുണ്ട്, അതായത് ഡിഫറെൻറ്റ് മെത്തേഡുകൾ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ പഠിക്കാറുണ്ടെങ്കിലും ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റാണ് ഇവർ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ റോഡ് ഡെവലപ്മെൻറ്റ് നടന്ന ചില ഇയേഴ്സ് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ആ ഇയേഴ്സിൽ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻ ഓഫ് ജേഗർ കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജേഗർ കമ്മിറ്റി ഫോം ചെയ്ത ഇയറൊക്കെ നമുക്കറിയാം, 1927. അപ്പോൾ ആ സമയത്ത് ജേഗർ കമ്മിറ്റി കൊണ്ടുവന്ന ചില സജഷൻസ് ഉണ്ട്. IRC ഉൾപ്പെടെ എങ്ങനെ ഇന്ത്യയിലെ റോഡ് ഡെവലപ്മെൻറ്റ് മെച്ചപ്പെടുത്താം എന്നുള്ളതായിരുന്നു ജേഗർ കമ്മിറ്റി സ്റ്റഡി ചെയ്തതിൻ്റെ ഒരു ഉദ്ദേശം. റോഡ് ഡെവലപ്മെൻറ്റ് മെച്ചപ്പെടുത്തുക, ഇന്ത്യയിലെ റോഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ ജേഗർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം കുറച്ച് നമുക്ക് ചില സജഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ബാക്കിയായിട്ടാണ് IRC ഒക്കെ ഫോം ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ റെക്കമെൻഡേഷൻസ് ഓഫ് ജേകർ കമ്മിറ്റി എന്ന് പറയുമ്പോൾ IRC അതിൽ വരും. അതേപോലെ തന്നെ അതുപോലെ CRRI അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ചില ഇയേഴ്സ് ഒക്കെ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഇയറിൽ നമ്മൾ നോക്കേണ്ടത് ജേകർ കമ്മിറ്റിയും IRC ഫോം ചെയ്ത ഇയറാണ്. ജേകർ കമ്മിറ്റി ഫോം ചെയ്തത് നമുക്കറിയാം 1927 ആണ്. IRC ഫോം ചെയ്തത് 1934 ആണ്. ഇത്രയെങ്കിലും നിങ്ങൾ പഠിക്കുക. ബാക്കി ഇയർ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്തൊക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നോക്കിയിരിക്കണം. ഫുൾ ഫോം നോക്കിയിരിക്കണം. അതേപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കുക. ഹെഡ് ക്വാർട്ടേഴ്സ് CRRIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ കഴിഞ്ഞ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന 24 എക്സാമിൽ CRRIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അത് ന്യൂഡൽഹിയാണ് വരുന്നത്. ഈ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട മിക്ക കാര്യങ്ങളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് വരെ ന്യൂഡൽഹി ആയിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കാം. ന്യൂഡൽഹിയാണ് IRCയുടെയും അതേപോലെ CRRIയുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അത് നോക്കി വെച്ചേക്കാം. പിന്നെ റോഡ് പ്ലാൻസ് ഇൻ ഇന്ത്യ ആണ്. റോഡ് പ്ലാൻസ് ഇൻ ഇന്ത്യ നമ്മൾ 20 ഇയർ റോഡ് പ്ലാനുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം തന്നെ സിലബസിൽ പറഞ്ഞതുകൊണ്ട് നോക്കി വെക്കണം. ഇത് കൂടാതെ ഇപ്പം നമ്മൾ ഈ സിലബസിൻ്റെ ഒരു പ്രത്യേകത, അവരാ എണ്ണി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അവർ ചോദിക്കുക. ഇവർക്ക് റെഫറൻസ് ആയിട്ട് മുമ്പ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്, നമ്മൾ നോർമലി പഠിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചതുകൊണ്ട് നമ്മൾ സേഫ് ആകണമെന്നില്ല. കാരണം അവർക്കൊരു സ്ഥിരം പാറ്റേൺ ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ സിലബസിൽ പറഞ്ഞാലും അവർ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് തന്നെയായിരിക്കും റിപ്പീറ്റഡ്ലി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും റിപ്പീറ്റഡ്ലി ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനും കൂടെ ഫോക്കസ് ചെയ്യണം. അപ്പോൾ റോഡ് പ്ലാൻസ് മാത്രം പഠിച്ചാൽ പോരാ, ഒരു ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ നോക്കിയിരിക്കണം. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പ്രൊജക്റ്റ്, അതേപോലെ PMGSY ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡിൽ നിന്ന് പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് IRC ക്ലാസിഫിക്കേഷനാണ്. അർബൻ റോഡും റൂറൽ റോഡും. ആ ക്ലാസിഫിക്കേഷൻ മസ്റ്റായിട്ട് പഠിക്കുക. ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിക്കാറുണ്ട്. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് IRC ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ NHSH, MDR, ODR, VR എന്നുള്ള ക്ലാസിഫിക്കേഷൻ, അതേപോലെ അർബൻ റോഡുകളുടെ ക്ലാസിഫിക്കേഷൻ, എക്സ്പ്രസ് വേ, ആർട്ടീരിയൽ റോഡ്, സബ് ആർട്ടീരിയൽ റോഡ്, കളക്ടർ സ്ട്രീറ്റ്, ലോക്കൽ സ്ട്രീറ്റ്, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് അതൊക്കെ ഒന്ന് മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഹിസ്റ്ററി ഓഫ് റോഡിൽ നിന്ന് എടുത്തു പറയുന്ന അല്ലെങ്കിൽ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ ഡെവലപ്മെൻ്റ് ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ബാക്കി നിങ്ങളൊന്ന് വായിച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഇതിലൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഹിസ്റ്ററി ഓഫ് റോഡ് ഇൻ ഇന്ത്യ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ എടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഹിസ്റ്ററി ഓഫ് റോഡ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ റോഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. അത്രയും പോർഷൻസ് അവിടെ നോക്കുക. അതായത് ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റ് നടന്നിരിക്കുന്ന ചില വർഷങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ഇയേഴ്സ്, അതിൽ ജേഗർ കമ്മിറ്റി സജസ്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ, IRC ഉൾപ്പെടെയുള്ള CRRI ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ഫുൾ ഫോംസ് പഠിക്കുക. IRCയുടെ CRRIയുടെ ഫുൾ ഫോംസ് പഠിക്കുക. റോഡ് പ്ലാനുകൾ, ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്ന പ്ലാനുകൾ, ആ പ്ലാനുകളുടെ ഇയേഴ്സ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ദെൻ ക്ലാസിഫിക്കേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസിഫിക്കേഷൻ. മെയിനായിട്ട് നോക്കേണ്ട ഒരെണ്ണം ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. ഇനി നെക്സ്റ്റ് അവർ പറയുന്നത് അലൈൻമെൻ്റ് ആണ്. കറക്റ്റ് ഓർഡറിൽ തന്നെ നെക്സ്റ്റ് അലൈൻമെൻറ്റ് പറയുന്നുണ്ട്. അലൈൻമെൻറ്റ് എന്താണ് എന്നൊക്കെ മുമ്പ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അലൈൻമെൻറ്റ് എന്താണ്? അതേപോലെ അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻ റോഡ് അലൈൻമെൻറ്റ്. അലൈൻമെൻറ്റ് തീരുമാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ്, അതായത് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അതായത് ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുകൂടാതെ അലൈൻമെൻറ്റ് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. അതേപോലെ സർവേ. അപ്പോൾ അലൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അലൈൻമെൻറ്റ് എന്താണ്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിന് വേണ്ടി വരുന്ന സർവേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോന്നും എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാപ്പ് സ്റ്റഡി, റെക്കഗ്നൈസൻസ്, പ്രിലിമിനറി സർവേ, ഫൈനൽ ലൊക്കേഷൻ ആൻഡ് ഡീറ്റെയിൽ സർവേ. അപ്പോൾ ഓരോന്നും എന്താണെന്നും എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതും മസ്റ്റായിട്ട് നോക്കി വെച്ചേക്കുക. ചോദിക്കാറുണ്ട്. അലൈൻമെൻറ്റ് എന്താണെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അലൈൻമെൻറ്റിൽ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ജോമെട്രിക് ഡിസൈൻ ആണ്. ഇപ്പോൾ ജോമെട്രിക് ഡിസൈൻ എന്നുള്ളത് നമുക്ക് എക്സാക്റ്റ് ജോമെട്രിക് ഡിസൈൻ എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ജോമെട്രി ഡിസൈനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അതിൽ അവിടെ എവിടെയായിട്ട് ചെതറി കിടക്കുകയാണ് സിലബസിൽ. അതിനെല്ലാത്തിനെയും കൂടെ ഒന്ന് എടുത്ത് പിറക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ ജോമെട്രി ഡിസൈനിലെ എല്ലാ കാര്യങ്ങളും ആ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒറ്റയടിക്ക് ജോമെട്രി ഡിസൈനിൽ ഇന്ന കാര്യങ്ങൾ വരുന്നു അങ്ങനെയല്ല അതിലുണ്ടായിരിക്കുക. പലയിടത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതേ ഓർഡറിൽ പോയാൽ മതി. ആദ്യം ഹിസ്റ്ററി പഠിക്കുക, അലൈൻമെൻറ്റ് പഠിക്കുക. ഏറ്റവും വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉള്ളതൊക്കെ ജോമെട്രി ഡിസൈനിലാണ്. നമുക്കിപ്പോൾ ഒരു ഗ്രേഡ് 1 എക്സാം ആയതുകൊണ്ട് പ്രോബ്ലം വരാം, വരില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല, വരാം.
അത് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. പക്ഷെ ഭയങ്കര ഹയർ ലെവൽ പ്രോബ്ലംസ് ഒന്നും ആയിരിക്കില്ല, വളരെ സിമ്പിൾ പ്രോബ്ലംസ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഇക്വേഷൻസ് വരെ എങ്കിലും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ ബുദ്ധിമുട്ടാണ്, പ്രോബ്ലം ചെയ്ത് നോക്കാനൊക്കെ ഒരു മടിയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇക്വേഷൻസ് വരെയെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ ഒരുപാട് സമയം എടുക്കുമെങ്കിൽ ഈ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ചെയ്ത് നോക്കാൻ ഒരു മടി കാണും അല്ലേ. ഇനി അത് ചെയ്ത് നോക്കാനായിട്ട് ഇത്രയും സമയം പോകും, അതിൻ്റെ ആ സമയത്ത് തിയറി പഠിക്കാമെന്നൊക്കെ വിചാരിച്ചാലും ഇക്വേഷൻസ് വരെ പഠിക്കുക, അതാണ് ഏറ്റവും സേഫ്. അഥവാ പ്രോബ്ലം ചെയ്താലും പ്രോബ്ലം ചോദിച്ചാലും ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ തരുന്നു, ഇക്വേഷൻ യൂസ് ചെയ്ത് ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ ഇക്വേഷൻ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി സിംപ്ലിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ അറിഞ്ഞാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. ഇക്വേഷൻ വരെയുള്ള കാര്യങ്ങൾ ഇതിലെല്ലാത്തിലും പഠിച്ചു വയ്ക്കാം. അപ്പോൾ ജോമെട്രി ഡിസൈൻ നോക്കിയേ. ജോമെട്രി ഡിസൈനിൽ നമ്മൾ ക്ലാസ്സിലും പറയാറുണ്ട് 4 ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ് വരുന്നത്. 4 ഡിഫറെൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ക്രോസ് സെക്ഷണൽ എലമെന്റ്സ് ആണ്. ഒരു റോഡ് കട്ട് ചെയ്താൽ എന്തൊക്കെ കാണാൻ പറ്റും, ക്രോസ് സെക്ഷണൽ എലമെന്റ്സ്. അതിൽ വരുന്ന കാര്യങ്ങളാണ്. അതിൽ ക്രോസ് സെക്ഷണൽ എലമെന്റ്സ് എന്ന് ഒരു വാക്കായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ കാരേജ് വേ, ഷോൾഡേഴ്സ്, ക്യാമ്പർ, ഫോർമേഷൻ വിത്ത്, കർവ്, മീഡിയൻ, റൈറ്റ് ഓഫ് വേ, ഇതൊക്കെ പലയിടങ്ങളിലായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം എന്താണ്, ക്രോസ് സെക്ഷണൽ എലമെന്റ്സ് ആണ്. അപ്പോൾ ആ ക്രോസ് സെക്ഷണൽ എലമെന്റ്സ് എന്നുള്ള ആ ഒരു സബ് ചാപ്റ്റർ കംപ്ലീറ്റ്ലി പഠിക്കുക. അവർ എഴുതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയാണെങ്കിലും ഇത് മാത്രമല്ല, എല്ലാത്തിലും വാല്യൂസ് ഉൾപ്പെടെ എല്ലാം പഠിച്ചു വെക്കാം കേട്ടോ. ബിൽഡിംഗ് ലൈൻ, കൺട്രോൾ ലൈൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. ഒരു റോഡ് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ബൗണ്ടറി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്, അതെല്ലാം പഠിച്ചേക്കണം. ഓക്കെ, ഇനി ക്രോസ് സെക്ഷൻ എലമെന്റ്സ് കഴിഞ്ഞാൽ ഇത് ജോമെട്രി ഡിസൈനിന്റെ ഒരു പോർഷൻ ആണ്. ജോമെട്രി ഡിസൈനിൽ വരുന്ന ഒരു സബ് ചാപ്റ്റർ ആണ് ക്രോസ് സെക്ഷണൽ എലമെന്റ്സ്. രണ്ടാമത്തെ സബ് ചാപ്റ്റർ ആണ് സൈഡ് ഡിസ്റ്റൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തിയറി പരമായിട്ടും ഇക്വേഷൻസ് ആയിട്ടും ഒക്കെ ചോദിക്കാനുള്ള ഒരു പോർഷൻ നമുക്ക് സൈഡ് ഡിസ്റ്റൻസിലുണ്ട്. അപ്പോൾ സൈഡ് ഡിസ്റ്റൻസിൽ വരുന്നത് ഇപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് SSD OSD മാത്രമാണ്. നമുക്കവിടെ ISD ആൻഡ് HSD കൂടെ ഉണ്ട് അല്ലേ. പക്ഷേ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ SSDയും OSDയും മാത്രമാണ്. OSD തന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും പഠിക്കാനില്ല. വളരെ എന്താണ് OSD, അതേപോലെ ഓവർടേക്കിംഗ് സോൺ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. അത് നോക്കി വെച്ചേക്കാം. പക്ഷേ SSD അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. ISD എന്താണ്, HSD എന്താണ് എന്നുള്ളതൊക്കെ നോക്കി വെക്കുക. കാരണം അതിൽ പ്രത്യേകിച്ച് വൈഡറായിട്ട് ഒന്നുമില്ല, വളരെ സിമ്പിൾ കാര്യമാണ്. ISD എന്താണ്, HSD എന്താണെന്ന് നോക്കി വെച്ചേക്കണം. കാരണം സൈഡ് ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഇത് അവർ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും അതെന്താണ്, അതിൻ്റെ വാല്യൂ എന്താണ്. കാരണം ISD എന്താ, 2 times SSD, അത് മാത്രമേ പഠിക്കാനുള്ളൂ അല്ലേ. HSDയോ, HSD = SSD, അത് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ അത് നോക്കി വെച്ചേക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻ്റർസെക്ഷൻ വരുമ്പോഴേക്കും എങ്ങനെയാണെങ്കിലും മാറ്റം വരിക എന്നുള്ളത് പഠിക്കുന്നുണ്ട്, അതും കൂടെ നോക്കണം. ഓക്കെ, അതായത് SSD കംപ്ലീറ്റ്ലി പഠിക്കുക, അതേപോലെ OSD, ISD, HSD സൈഡ് ഡിസ്റ്റൻസ് കംപ്ലീറ്റ്ലി പഠിക്കുക. നിങ്ങൾ പ്രോബ്ലം ചെയ്യണം എന്നില്ല, പക്ഷേ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അഥവാ ഒരു ചെറിയ പ്രോബ്ലം ചോദിച്ചാലും വാട്ട് ഈസ് ദ ലാഗ് ഡിസ്റ്റൻസ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലാഗ് ഡിസ്റ്റൻസ് മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഏത് യൂണിറ്റ് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ കാരണം നമുക്ക് ഗ്രേഡ് 1 പ്രോബ്ലംസ് ചോദിക്കും. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജോമെട്രി ഡിസൈനിലെ 2 ചാപ്റ്റേഴ്സ് കൂടെ വരുന്നുണ്ട്. ഹൊറിസോണ്ടൽ അലൈൻമെന്റ്, അതേപോലെ വെർട്ടിക്കൽ അലൈൻമെന്റ്. ഇതും അതിൽ കിടക്കുന്നുണ്ട്. ഹൊറിസോണ്ടൽ അലൈൻമെന്റ് എന്നുള്ള ഒരു സെക്ഷൻ ആയിട്ടല്ല, ഇതേ പറഞ്ഞ പോലെ ടൈപ്സ് ഓഫ് കർവ്, സൂപ്പർ എലിവേഷൻ, വൈഡനിങ്, ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസിഷൻ കർവ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, ട്രാൻസിഷൻ കർവ് എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ടൈപ്സ് ഓഫ് കർവ് വരുമ്പോൾ എന്താണ്, അതിൽ ട്രാൻസിഷൻ കർവ് ഉണ്ട്. അപ്പോൾ ആ ട്രാൻസിഷൻ കർവിൻ്റെ ഐഡിയൽ ഷേപ്പ് ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. ട്രാൻസിഷൻ കർവിൻ്റെ ഐഡിയൽ ഷേപ്പ് പഠിച്ചു വയ്ക്കുക. ആ ടൈപ്സ് ഓഫ് കർവ് എന്ന് വരുമ്പോഴേക്കും അത് ആ കൂട്ടത്തിൽ വരുന്നുണ്ട്, അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. സൂപ്പർ എലിവേഷൻ പ്രത്യേകം പറയുന്നുണ്ട്, വൈഡനിങ്ങും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സിലൊക്കെ എടുക്കാറുള്ള പോർഷൻസ് അത്രയും നോക്കുക. പറഞ്ഞ പോലെ ഇതൊക്കെ പ്രോബ്ലം ചോദിക്കുന്ന ഒരു പോർഷനാണ്. പക്ഷേ ഇനി പ്രോബ്ലം പഠിച്ചിട്ടില്ലെങ്കിലും, ചെയ്ത് പഠിക്കണം നിങ്ങൾ. ആക്ച്വലി അറ്റ്ലീസ്റ്റ് ഇക്വേഷൻ വരെ നോക്കി വയ്ക്കുക. പിന്നെ വൈഡനിങ്ങിൽ കോഡൽ വാല്യൂസ് ഒക്കെ ഉണ്ട്. കോഡൽ വാല്യൂസ് ആയിരിക്കും കൂടുതൽ ചോദിക്കാൻ ചാൻസ്, പ്രോബ്ലം ചോദിക്കുന്നതിനേക്കാൾ ചാൻസ് കോഡൽ വാല്യൂ ചോദിക്കാനായിരിക്കും, അത് നോക്കി വെച്ചേക്കണം. അപ്പോൾ ഇതിൽ പ്രോബ്ലത്തിനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. സൂപ്പർ എലിവേഷനിലാണെങ്കിലും നമുക്ക് മെയിൻ ഇക്വേഷൻ വരുന്നത് E+F = V²/127R അല്ലെങ്കിൽ GR എന്നുള്ള ഇക്വേഷനാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടും. സൂപ്പർ എലിവേഷനോ, ഫ്രിക്ഷനോ, വെലോസിറ്റിയോ, റേഡിയസോ ചോദിച്ചാലും ഈ ഒരൊറ്റ ഇക്വേഷൻ മതി അല്ലേ.
അപ്പോൾ അത്രയും വെറൈറ്റി ഓഫ് ഇക്വേഷൻസ്, പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ഒരു ഏരിയ ആണ്. അത് കംപ്ലീറ്റ്ലി പഠിക്കണം. കാരണം സൂപ്പർ എലിവേഷൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് പ്രത്യേകം നോക്കണം. ഇനി വെർട്ടിക്കൽ അലൈൻമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് ആണ് അതിൽ വരുന്നത്. ഗ്രേഡിയൻറ്റും വെർട്ടിക്കൽ കർവും അതേപോലെ തന്നെ ഇവിടെയും തന്നിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഗ്രേഡിയൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ടൈപ്സ് ഓഫ് വെർട്ടിക്കൽ കർവ് ഉണ്ട്. അതുകൊണ്ട് അതിലും സ്കിപ്പ് ചെയ്യാനില്ല. ടൈപ്സ് ഓഫ് ഗ്രേഡിയൻറ്റ്, റൂളിംഗ് ഗ്രേഡിയൻറ്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്, എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്, അതാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. 3 ഗ്രേഡിയൻറ്റ് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മിനിമം ഗ്രേഡിയൻറ്റ് ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ മിനിമം ഗ്രേഡിയൻ്റ് ഒക്കെ സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ഗ്രേഡിയൻറ്റ് പറഞ്ഞ സ്ഥിതിക്ക് അതിൽ ഈ ആദ്യത്തെ 3 മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ ബാക്കിയുള്ള ഫുൾ ടൈപ്സ് ഓഫ് ഗ്രേഡിയൻറ്റ് പഠിച്ചു വെക്കുക. കാരണം ഏതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ടൈപ്സ് ഓഫ് ഗ്രേഡിയൻറ്റ് എന്നുള്ളൊരു വാക്ക് അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്സും പഠിക്കുക. ടൈപ്സ് ഓഫ് വെർട്ടിക്കൽ കർവ്. അപ്പോൾ ഈ ഗ്രേഡിയൻറ്റിന് വാല്യൂസ് ഉണ്ട്, ടേബിളാർ വാല്യൂസ് നമ്മൾ ക്ലാസ്സിൽ തന്നെ പറയാറുണ്ട്, കോഡൽ വാല്യൂസ് ഉണ്ട്. ആ ഗ്രേഡിയൻറ്റുകളുടെ വാല്യൂ, അതായത് മിനിമം ഗ്രേഡിയൻ്റെ വാല്യൂ, റൂളിംഗ് ഗ്രേഡിയൻറ്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്, എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്, ഇതെല്ലാത്തിൻ്റെയും വാല്യൂസ് ബൈ ഹാർട്ട് ആയിരിക്കണം. അത് ചോദിക്കാറുള്ളതാണ് ഓവർസിയർ ലെവൽ തന്നെ. വെർട്ടിക്കൽ കർവിൻ്റെ ടൈപ്സ് 2 ടൈപ്പ് വെർട്ടിക്കൽ കർവ്സേ ഉള്ളൂ. സമ്മിറ്റ് കർവും അതേപോലെ തന്നെ വാലി കർവും. ഈ 2 ടൈപ്പ് വെർട്ടിക്കൽ കർവ്സ് ആണ് വരുന്നത്. അതിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലത്തിൻ്റെ ഏരിയയിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ടൈപ്സ് ഓഫ് വെർട്ടിക്കൽ കർവ് ഏതൊക്കെയാണ്, എപ്പോഴൊക്കെ അത് ഫോം ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എന്താണ്, ജോമെട്രി ഡിസൈനിലെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി, അലൈൻമെൻറ്റ്, ജോമെട്രി ഡിസൈൻ, ഈ 3 ചാപ്റ്റേഴ്സും അതിൽ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി പഠിച്ചേക്കുക. ജോമെട്രി ഡിസൈനിലെ 4 സബ് ചാപ്റ്റേഴ്സും കറക്റ്റായിട്ട് പറയുന്നു. ക്രോസ് സെക്ഷണൽ, അതേപോലെ സൈഡ് ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ്, വെർട്ടിക്കൽ അലൈൻമെൻറ്റ്, ഇതെല്ലാം അതിലുണ്ട്. അതുകൊണ്ട് അതെല്ലാം കംപ്ലീറ്റ്ലി പഠിക്കണം. ഇത് ഏതെങ്കിലുമൊക്കെ അവർ ചില വാക്കുകളൊക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ആ വാക്കുകൾ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളത് നമ്മൾ പഠിച്ച് വെച്ചേക്കണം. അതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, പ്രോബ്ലത്തിലേക്ക് അധികം പോകേണ്ട ആവശ്യമില്ല. പ്രോബ്ലം അഥവാ ചോദിച്ചാലും, ചോദിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, അഥവാ ചോദിച്ചാലും വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസേ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ പ്രോബ്ലം വരെയുള്ള കാര്യങ്ങൾ, അതിന് തൊട്ട് മുന്നേ വരെയുള്ള കാര്യങ്ങൾ പഠിച്ചിരുന്നാൽ മതി. പക്ഷെ തിയറി കംപ്ലീറ്റ് ആയിരിക്കണം. ഇതെല്ലാം അവിടെ പറയുന്ന സിലബസിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇനി ഈ ജോമെട്രിക് ഡിസൈൻ കഴിയുമ്പോഴേക്കും നമുക്ക് ടെസ്റ്റ് ഓൺ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഹിൽ റോഡ്, ലോ കോസ്റ്റ് റോഡ്, അതേപോലെ തന്നെ ടെസ്റ്റ് ഓൺ മെറ്റീരിയൽസ്, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും സിലബസിൽ പറഞ്ഞിട്ടില്ല, അതിനെപ്പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ, ലോ കോസ്റ്റ് റോഡ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഹിൽ റോഡിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഗ്രേഡിൻ്റെ ഒക്കെ പഠിക്കുമ്പോൾ ഹിൽ റോഡിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ജോമെട്രി ഡിസൈൻ പഠിക്കുമ്പോൾ ഹിൽ റോഡിൻ്റെ പല കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഹിൽ റോഡ് ഇനി പ്രത്യേകം പഠിക്കണമെന്നില്ല, അത്രയും കാര്യങ്ങൾ തന്നെ മതി. നെക്സ്റ്റ് പേയ്മെൻറ്റ് ഡിസൈനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ വേറൊരു കാര്യം, ടെസ്റ്റ് ഓൺ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇതിൽ മിണ്ടിയിട്ടേ ഇല്ല. പല ടെസ്റ്റുകൾ, അഗ്രിഗേറ്റിൻ്റെ ടെസ്റ്റുകൾ, ബിറ്റുമിൻ്റെ ടെസ്റ്റുകൾ, സോയിലിൻ്റെ ടെസ്റ്റുകൾ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ സിമെൻ്റ് ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ വൈസ് അതിൻ്റെ ഒരു മാത്രം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് വരുന്നത് ഏതൊക്കെയാണ്, അഗ്രിഗേറ്റിൻ്റെ ടെസ്റ്റ്, അതേപോലെ ബിറ്റുമിൻ്റെ ടെസ്റ്റ്, സോയിലിൻ്റെ ടെസ്റ്റ്, പേയ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയലുകളുടെ ടെസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും ഇതിൽ സിലബസിൽ ഇത്തവണ പറഞ്ഞിട്ടില്ല, ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് കുറച്ച് വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ ആണല്ലോ. അതുകൊണ്ട് അത് ആദ്യമേ കയറി പഠിക്കേണ്ട ആവശ്യമില്ല. അതിലൊരുപാട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് പറയുന്ന ചില ടെസ്റ്റുകളുണ്ടല്ലോ, അതായത് അഗ്രിഗേറ്റിൻ്റെ ടെസ്റ്റ്, അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. അഗ്രിഗേറ്റിൻ്റെ ടെസ്റ്റാണ് എപ്പോഴും ചോദിക്കുന്നത്. അഗ്രിഗേറ്റിൻ്റെ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഹാർഡ്നെസ് ടെസ്റ്റ്, അതേപോലെ തന്നെ ടഫ്നെസ് ടെസ്റ്റ്. ഇമ്പാക്റ്റ് വഴിയാണ് ഹാർഡ്നെസ് കണ്ടുപിടിക്കുക, അബ്രേഷൻ ടെസ്റ്റ് വഴിയാണ് ഇമ്പാക്ട് ടെസ്റ്റാണ് ടഫ്നെസ് കണ്ടുപിടിക്കുന്നത്, അബ്രേഷൻ ടെസ്റ്റ് വഴിയാണ് ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്നത്. ഈ 2 ടെസ്റ്റുകളും എന്തിനാണ്, അല്ലെങ്കിൽ നേരെ തിരിച്ച് ടഫ്നെസ് ഏത് ടെസ്റ്റ് വഴി കണ്ടുപിടിക്കും, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതേപോലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടും ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രിപ്പിംഗ് വാല്യൂ. അഗ്രിഗേറ്റിന് സ്ട്രിപ്പിംഗ് വാല്യൂ മാക്സിമം എത്ര വരെ ആകാം, അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ സിലബസിൽ ടെസ്റ്റ് പറയാത്തത് കൊണ്ട് നമുക്ക് ടെസ്റ്റ് ഇപ്പം തൽക്കാലം നോക്കണ്ട. നിങ്ങൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കുക. പഠിച്ച സമയം ഉണ്ടെങ്കിൽ മാത്രം ഈ പറയുന്ന ടഫ്നെസ് ടെസ്റ്റ്, അതേപോലെ അബ്രേഷൻ ടെസ്റ്റ്, അതായത് ഹാർഡ്നെസ് ടെസ്റ്റ്, സ്ട്രിപ്പിംഗ് വാല്യൂ ടെസ്റ്റ്, ഈ 3 ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് എല്ലാം പഠിച്ച് സമയമുണ്ടെങ്കിൽ ഈ 3 വായിക്കുക. ബിറ്റുമിനൊക്കെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊന്നും ഇത് സിലബസിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട്
അത്രയും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പേയ്മെന്റ് ഡിസൈനിൽ പറയുമ്പോഴേക്കും നമുക്ക് ഓവർസീ ലെവലാണ് ആവശ്യം. ഓവർസീ ലെവൽ ടൈപ്സ് ഓഫ് പേയ്മെന്റ് പറയുന്നുണ്ട്, അതേപോലെ കൺസ്ട്രക്ഷൻ ഉണ്ട്, ലോ കോസ്റ്റ് റോഡുകളുണ്ട്, അപ്ലിക്കേഷൻ ഓഫ് ബിറ്റുമിനസ് മെറ്റീരിയൽ. അപ്ലിക്കേഷൻ വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പല പല കോട്ടിങ്ങുകളായിട്ട് കൊടുക്കാറുണ്ട്. ടാക് കോട്ട്, പ്രൈം കോട്ട്, സീൽ കോട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട് സിലബസിൽ. അത് കംപ്ലീറ്റ്ലി പഠിക്കാം. ലോ കോസ്റ്റ് റോഡുകൾ, ഡിഫറെൻറ്റ് ലോ കോസ്റ്റ് റോഡുകൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു അത് പഠിക്കണം. കൺസ്ട്രക്ഷൻ ഓഫ് പേയ്മെന്റ് എന്നുള്ളത് പഠിക്കണം. അതായത് ഓൾട്ടർനേറ്റ് ബേ മെത്തേഡ്, കണ്ടിന്യൂസ് ബേ മെത്തേഡ്, അങ്ങനത്തെയൊക്കെ കൺസ്ട്രക്ഷൻസ് പഠിക്കുക. ദെൻ ടൈപ്സ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് ഫ്ലെക്സിബിൾ പേയ്മെന്റ്, അതേപോലെ റിജിഡ് പേയ്മെന്റ്, രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പറയാറുണ്ട്. ഇതിൽ രണ്ട് ടൈപ്പ് പേയ്മെന്റുകളും എങ്ങനെ ലോഡ് ക്യാരി ചെയ്യുന്നു എന്നുള്ളത് ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. അത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ടൈപ്സ് ഓഫ് പേയ്മെന്റിൽ രണ്ട് കാറ്റഗറി ആയിട്ട് കമ്പാരിസൺ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക പേയ്മെന്റ് ഡിസൈനിൽ. നെക്സ്റ്റ് ഇതിൽ ലാസ്റ്റ് വരുന്ന ചാപ്റ്റർ ട്രാഫിക് എഞ്ചിനീയറിംഗ് ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇത്ര തന്നെ പറയുന്നുള്ളൂ. ഹിസ്റ്ററി, അലൈൻമെന്റ്, അതേപോലെ ജോമെട്രി ഡിസൈനിലാണ് കൂടുതൽ ടോപ്പിക്സ് വരുന്നത്. പേയ്മെന്റ് ഡിസൈൻ, അതേപോലെ ട്രാഫിക് എഞ്ചിനീയറിംഗ് അവിടെ ഇവിടെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിൽ മൊത്തം കാര്യങ്ങളും നോക്കുന്ന സമയത്ത് മെയിനായിട്ട് പറയുന്നത് 3 കാര്യങ്ങളെ പറ്റിയാണ്. ഒന്ന് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ്, പിന്നെ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസസ്, അതേപോലെ ഇന്റർസെക്ഷൻസ്, ടൈപ്സ് ഓഫ് ഇന്റർസെക്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ട്രാഫിക്കിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ട്രാഫിക് സ്റ്റഡീസ് എന്ന് പറയുമ്പോഴേക്കും ട്രാഫിക്കുമായി ബന്ധപ്പെട്ട സ്റ്റഡി എന്ന് പറയുന്നത് ഏതാണ്? ട്രാഫിക് വോളിയം സ്റ്റഡി, അതിൽ ഡെൻസിറ്റി വരുന്നുണ്ട്, ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സർവേ വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സർവേ. OAND സർവേയുടെ റെപ്രസെൻറ്റേഷൻ എന്താണെന്നുള്ളത് പലതവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിസയർ ലൈൻസ് ആണ് അതിൻ്റെ ആൻസർ. ഡിസയർ ലൈൻസ്, ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സർവേയുടെ റെപ്രസെൻറ്റേഷൻ ഡിസയർ ലൈൻസ്. അത് കൊണ്ട് തന്നെ ആ OAND സർവേ പ്രത്യേകം സിലബസിൽ പറയുന്നുണ്ട്, അത് നോക്കി വെച്ചേക്കണം. ട്രാഫിക് വോള്യം പ്രത്യേകം പറയുന്നുണ്ട്, അത് പഠിക്കണം. ഈ 3 കാര്യങ്ങളാണ് പ്രത്യേകം റെപ്രസെന്റ് ചെയ്ത് പറയുന്നത്. ബാക്കിയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പാർക്കിങ്ങിനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, പക്ഷെ പാർക്കിംഗ് ഒന്നും അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ വോള്യം, സ്പീഡ്, അതേപോലെ OAND സർവേ, കപ്പാസിറ്റി എന്താണ് എന്നുള്ളത് പഠിക്കുക, ഡെൻസിറ്റി എന്താണെന്നുള്ളത് പഠിക്കുക, അതേപോലെ പാർക്കിംഗ്, കോൺഫ്ലിക്റ്റ് പോയിന്റുകളുടെ നമ്പർ, ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ തിയറിയാണ്, വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ആവും. അത്രയും പഠിച്ചിരിക്കണം. വോള്യം എന്താണ് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരം ചോദിച്ച് കാണാറുണ്ട്. വോള്യം എന്താണ്, OAND സർവേയുടെ റെപ്രസെൻറ്റേഷൻ എന്താണെന്നും ചോദിച്ച് കാണാറുണ്ട്. ഡെൻസിറ്റിയും കപ്പാസിറ്റിയും വോള്യവും തമ്മിൽ മാറിപ്പോകരുത്. ഈ 3 എണ്ണം എന്താണെന്നുള്ളത് അതിൻ്റെ ഡെഫിനിഷൻ വായിച്ച് നമുക്ക് പറയാൻ അറിയണം. അപ്പോൾ അതത്രയും ക്ലിയർ ആയിട്ട് നോക്കുക. ഇനി കൺട്രോൾ ഡിവൈസസ് ആണ്. ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസസ് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ടൈപ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി തന്നെ നോക്കണം. സൈൻസ്, സിഗ്നൽസ്, ഐലൻഡ്സ്, ഇത്രയും കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. ഇതിൽ ഓരോന്നിൻ്റെയും ടൈപ്സ് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. സൈൻ എന്ന് പറയുമ്പോഴേക്കും റെഗുലേറ്ററി സൈൻ, റെഗുലേറ്ററി അല്ലെങ്കിൽ മാൻഡേറ്ററി സൈൻ, വാർണിംഗ് സൈൻ അല്ലെങ്കിൽ കോഷണറി സൈൻ, മൂന്നാമത്തത് ഇൻഫോർമേറ്ററി അല്ലെങ്കിൽ ഗൈഡിങ് സൈൻ, എല്ലാം എടുത്തു പറയുന്നുണ്ട്. സിഗ്നൽസും അതേപോലെ ഐലൻഡ്സിൻ്റെ ടൈപ്സും പറയുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് നമ്മൾ പഠിക്കുന്ന ഡിവിഷണൽ ഐലൻഡ്, അതേപോലെ ചാനലൈസിങ് ഐലൻഡ്, ഇനി പെഡസ്ട്രിയൻ ഐലൻഡ്, പെഡസ്ട്രിയൻസിന് വേണ്ടിയിട്ട് സേഫ് ആയിട്ടുള്ള സ്പേസ് ആണ് പെഡസ്ട്രിയൻ ഐലൻഡ് വരുന്നത്, അതേപോലെ റോട്ടറി ഐലൻഡ്. ഇതെല്ലാം സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്, അതെല്ലാം പഠിക്കുക. ദെൻ ടൈപ്സ് ആണ്, ഇന്റർസെക്ഷൻ്റെ ടൈപ്സ്, അഡ്ഗ്രേഡ് ഇന്റർസെക്ഷനും ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷനും. ഈ ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷനിൽ വരുന്നതാണ് ഇന്റർചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എന്തിനാണത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോക്കുക, ടൈപ്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹൈവേ എന്നുള്ള സെക്ഷനിൽ വരുന്നത്. ഹൈവേയിൽ വരുന്നത് അതായത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ ആണ്. ഇപ്പോൾ ഓവർസിയർ ലെവൽ എക്സാം ആണെങ്കിൽ പോലും ഹൈവേ ആണ് ഏറ്റവും കൂടുതൽ, ഹൈവേ അല്ലെങ്കിൽ റെയിൽവേ ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജിൽ വരിക. ഓക്കെ, ഹൈവേ ആൻഡ് റെയിൽവേ, അതിൽ ഏതിൽ വേണമെങ്കിലും ചിലപ്പോൾ 1-2 മാർക്കിന് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം. പൊതുവേ ഹൈവേ ആൻഡ് റെയിൽവേ ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജിൽ വരിക. അപ്പോൾ ഹൈവേക്കും റെയിൽവേക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇനി ഹൈവേയിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്രയും പറഞ്ഞ ടോപ്പിക്സ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഹിസ്റ്ററി, അലൈൻമെൻറ്റ്, ജോമെട്രിക് ഡിസൈൻ, പേയ്മെൻറ്റ് ഡിസൈൻ, അതേപോലെ ട്രാഫിക്, ഇത്രയും കാര്യങ്ങൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ മെൻഷൻ ചെയ്തിട്ടിരിക്കുന്ന കാര്യങ്ങൾ അത്രയും തന്നെ പഠിച്ചു വയ്ക്കുക. ഇക്വേഷൻസ് വരെ പഠിച്ചിരിക്കണം, ഇക്വേഷൻസ് ഉൾപ്പെടെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ,
അത് മെയിനായിട്ട് നോക്കേണ്ട കാര്യമാണ്. ഇതിൽ പ്രോബ്ലംസ് എന്നൊന്നും അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് എന്നൊന്നും സിലബസിൽ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബ്ലം എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും പ്രോബ്ലം ചോദിക്കാം അല്ലേ. പക്ഷെ എന്നാലും ഓവർസീ ലെവൽ ആയതുകൊണ്ട് നിങ്ങൾ കൂടുതൽ തിയറിക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേ ഇക്വേഷൻസ് വരെ പഠിച്ചു വെക്കണം. അഥവാ പ്രോബ്ലം ചോദിച്ചാലും ചെയ്യാൻ അറിയണം. ടെസ്റ്റ് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചേക്കാം. പക്ഷേ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ബിറ്റുമിനസ് മെറ്റീരിയൽസ് അല്ലേ, ബിറ്റുമിൻ, ടാറ്, കട്ട് ബാക്ക്, എമൽഷൻ, അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓസ്ഫോൾട്ട്, ഇങ്ങനെയുള്ള ബിറ്റുമിനസ് മെറ്റീരിയൽസ് ഒന്ന് നോക്കി വെച്ചേക്കണം. ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കട്ട് ബാക്ക് എന്താണ്, എമൽഷൻ എന്താണ്, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. കട്ട് ബാക്കും എമൽഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കട്ട് ബാക്കും എമൽഷനും മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. ടെസ്റ്റിലേക്ക് പോകണ്ട, നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവസാനം ഒന്ന് നോക്കി വെച്ചേക്കാം. ടെസ്റ്റിൽ ഇമ്പാക്ട് ടെസ്റ്റും അതേപോലെ തന്നെ അബ്രേഷൻ ടെസ്റ്റും കൂടാതെ സ്ട്രിപ്പിംഗ് വാല്യൂ ടെസ്റ്റും, ഇത് മൂന്നും റീസെൻ്റായിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടൊന്ന് സേഫ്റ്റിക്ക് വേണ്ടി അതൊന്ന് വായിച്ച് വെക്കുന്നത് നല്ലതാണ്. അല്ലാതെ ടെസ്റ്റ് എല്ലാം കൂടെ ഒന്നും പഠിക്കേണ്ട, സിലബസിൽ പറഞ്ഞിട്ടില്ല. ഇനി ടണലും എയർപോർട്ടുമാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. ഇപ്പോൾ ഈ ടണൽ എഞ്ചിനീയറിങ്ങിൽ നമുക്ക് ടണലുമായി ബന്ധപ്പെട്ട അധികം ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടില്ല. എന്നാലും എന്തിനാണ് ടണൽ, നെസസിറ്റി എന്താണ്, എപ്പോഴൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്ന എപ്പോഴാണ് എന്നുള്ളതൊക്കെ. കാരണം ടണൽ മാത്രമല്ല ഒരു മാർഗമായിട്ടുള്ളത്, ടണൽ മാത്രമല്ല, ടണലിന് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എപ്പോൾ നമ്മൾ ടണൽ പ്രിഫർ ചെയ്യും, എന്താണ് അതിൻ്റെ യൂസസ്, അതേപോലെ കോമൺലി കൊടുക്കുന്ന ഷേപ്പുകൾ എന്താണ്, ലൈനിങ് എന്താണ്, ഇത്രയെങ്കിലും ടണലിൽ പഠിച്ചു വയ്ക്കുക. ടണൽ അങ്ങനെ കോമൺ ആയിട്ട് ചോദിക്കുന്നതല്ല, എന്നാൽ ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിച്ചു വയ്ക്കുക. ടണൽ പലപ്പോഴും സിലബസിലുണ്ടെങ്കിൽ പോലും ഒരു ക്വസ്റ്റ്യനും ചോദിക്കാത്ത നമുക്ക് ഒരു പാറ്റേണും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ 10 മാർക്ക് എന്ന് പറയുമ്പോൾ 10 മാർക്കിന് ചോദിക്കുന്നു, ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് ചോദിക്കുന്നു എന്നേ ഉള്ളൂ അല്ലേ. ആ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ട്രാൻസ്പോർട്ടേഷനിൽ ഇത്രയും ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ 10 മാർക്ക് ചോദിച്ചാലും ട്രാൻസ്പോർട്ടേഷനിൽ ഹൈവേ ഉണ്ട്, റെയിൽവേ ഉണ്ട്, ബ്രിഡ്ജ് ഉണ്ട്, ടണലുണ്ട്, എയർപോർട്ട് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണ് 10 മാർക്ക്. അത് ഏതിന്ന് വേണമെങ്കിലും ആകാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. ടണൽ അങ്ങനെ പൊതുവേ സ്കിപ്പ് ചെയ്യാറുണ്ട്. ബാക്കി ചിലതിൽ നിന്ന് കൂടുതലായിട്ട് ചോദിക്കാം, അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഹൈവേയും റെയിൽവേയും ഒരിക്കലും സ്കിപ്പ് ചെയ്യില്ല. അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമെന്നേ ഉള്ളൂ. പക്ഷേ അതിനായിരിക്കും കൂടുതൽ വെയിറ്റേജ്. ബാക്കി എല്ലാത്തിനും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. കൂടുതൽ വെയിറ്റേജുകൾ വരുന്നില്ല. ഏറ്റവും കൂടുതൽ ഹൈവേ ആൻഡ് റെയിൽവേ തന്നെയാണ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ഈ 10 മാർക്ക് ഏതിന്ന് വേണമെങ്കിലും ആകാം. അപ്പോൾ ടണലിൽ നിന്ന് ഈ പറയുന്ന അത്രയും കാര്യങ്ങളെങ്കിലും നോക്കി വെച്ചേക്കാം. നെസസിറ്റി, യൂസസ്, കോമൺ ഷേപ്സ് ആൻഡ് ലൈനിങ്, ഇത്രയും കാര്യങ്ങൾ നോക്കുക. ദെൻ എയർപോർട്ട് എഞ്ചിനീയറിംഗ് നമുക്ക് ഓവർസീ ലെവൽ ആയതുകൊണ്ട് ഇതിൽ നിന്ന് പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. പ്രത്യേകിച്ച് റൺവേ ലെങ്ത് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിൽ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്, എയർപോർട്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതേപോലെ ലേ ഔട്ട്, എന്തൊക്കെയാണ് ആ എയർപോർട്ടിൽ വരുന്ന കാര്യങ്ങൾ. അതിൽ പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുന്ന കമ്പോണൻസിൻ്റെ യൂസസ് എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചേക്കണം. ഓരോ കമ്പോണൻസിൻ്റെ പേരും അതിൻ്റെ യൂസും എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. അതേപോലെ അലൈൻമെൻറ്റ്, റൺവേയുടെ അലൈൻമെൻറ്റ് എന്താണ്. കാരണം ഈ കമ്പോണൻസിൽ ഏറ്റവും മെയിനായിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് റൺവേ തന്നെയാണ്. അപ്പോൾ റൺവേയുടെ അലൈൻമെൻറ്റ് എന്താണ്, അലൈൻമെൻറ്റ് എങ്ങനെ തീരുമാനിക്കുന്നു, എങ്ങനെ ആയിരിക്കണം അലൈൻമെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അലൈൻമെൻറ്റ്, റൺവേയുടെ അലൈൻമെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ വിൻഡ്രോസ് ഡയഗ്രാം ഒക്കെ പറയാറുണ്ട്. അലൈൻമെൻറ്റ് തീരുമാനിക്കുന്ന ഒരു ഡയഗ്രമാണ് വിൻഡ്രോസ് ഡയഗ്രാം. അതൊക്കെ പഠിച്ചു വെച്ചേക്കണം. പക്ഷേ റൺവേ ലെങ്ത്ത് ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല. ലെങ്ത്തുമായി ബന്ധപ്പെട്ടാണ് പ്രോബ്ലംസ് ഒക്കെ വരിക. പക്ഷേ ഇവിടെ ആ ലെങ്ത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. പ്രോബ്ലം ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം റൺവേ ലെങ്ത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാലും ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി റൺവേ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നു, അതേപോലെ എന്തൊക്കെ കണ്ടീഷൻസ് ആണ്, അസംഷൻസ് ആണ് അതിൽ വരുന്നത് എന്നുള്ള വരെ കാര്യങ്ങൾ. അസംഷൻസ് തെറ്റിപ്പോയാൽ നമ്മൾ ചില കറക്ഷനൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് റൺവേ ലെങ്ത്തിന് അല്ലേ. അപ്പോൾ ആ കറക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് വരെ നോക്കി വെച്ചേക്കുക കേട്ടോ. ഇതിൽ അല്ലാതെ റൺവേയെ പറ്റി വേറെ ഒന്നുമല്ല പറയുന്നത്, റൺവേയുടെ അലൈൻമെൻറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കമ്പോണൻസ്, ലേ ഔട്ട്, ക്ലാസിഫിക്കേഷൻ, അതേപോലെ റൺവേയുടെ അലൈൻമെൻറ്റ് വളരെ മസ്റ്റായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്ത് എത്രയേ ഉള്ളൂ, അതിൽ ഒരു എന്താ പറയുക, ഒരു ഓർഡർ ഇല്ലാതെ, ഒരു വൃത്തിയില്ലാതെയാണ് സിലബസ് കിടക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഡിസ്കഷൻ നടന്നത്. പലരും വന്ന് ചോദിക്കാറുണ്ട് ഏതൊക്കെ പോർഷൻസ് നമുക്ക് സ്കിപ്പ് ചെയ്യണം, ഇപ്പോൾ ടെസ്റ്റ് സ്കിപ്പ് ചെയ്യണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. കാരണം ഈ വായിക്കുമ്പോൾ എല്ലാവർക്കും ഇതേപോലെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും.
അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ പോലെ നോക്കി വെച്ചേക്കുക. ഇതിൽ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം എന്ന് പറയാവുന്ന കാര്യങ്ങൾ ഹിൽ റോഡും അതേപോലെ ടെസ്റ്റ് ഓൺ മെറ്റീരിയൽസുമാണ്. ഇനി അതിൽ തന്നെ ടെസ്റ്റ് ഓൺ മെറ്റീരിയൽസിൽ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ബിറ്റുമിനസിൻ്റെ ടൈപ്സ് പഠിക്കുമായിരുന്നു. ആ ബിറ്റുമിനസിൻ്റെ ടൈപ്സ് ഒന്ന് നോക്കി, ബിറ്റുമിനസ് മെറ്റീരിയൽസിൻ്റെ ടൈപ്സ് ഒന്ന് നോക്കി വെച്ചേക്കണം. അതായത് കട്ട് ബാക്ക്, എമൽഷൻ. ബാക്കി ഇത്രയും കാര്യങ്ങൾ തന്നെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹൈവേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. എയർപോർട്ടിൽ നിന്ന് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറില്ല, തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ അതിൽ ഈ പറയുന്ന ക്ലാസിഫിക്കേഷനും അതേപോലെ തന്നെ അതിൽ ലേ ഔട്ടും, പ്രത്യേകിച്ച് ടെർമിനൽ ബിൽഡിങ്ങിനോട് ചേർന്നാണ് ഏപ്രൺ വരിക. അതാണ് ആ ലേ ഔട്ട്. നമ്മൾ ആ ലേ ഔട്ട് വരയ്ക്കാറുണ്ട്, എന്തൊക്കെ കമ്പോണൻസ് അതിൽ വരുന്നു, ഓരോന്നിൻ്റെ പർപ്പസ് എന്താണ്, അതൊക്കെ പഠിക്കാറുണ്ട്. അതൊക്കെ നോക്കി വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങളെ ആ ഒരു മെയിൻ ഫോക്കസിൽ വരുന്ന കാര്യങ്ങൾ ഇത്രയും വരുന്നുള്ളൂ. അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.